എന്തായിരുന്നാലും കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കിണറിൻ്റെ വക്കിടിച്ച് വേണം അതിനെ പുറത്തെത്തിക്കാൻ. അതിനെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കിണറിൻ്റെ വക്കിടിക്കുന്നതിന് വേണ്ടി JCB അവിടേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ JCB വന്നപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകളും ഒക്കെ അവർ തങ്ങളുടെ ബുദ്ധിമുട്ടുകളും വികാരങ്ങളും പ്രതിഷേധവും ഒക്കെ അറിയിച്ചു. അതിനുശേഷം JCB ഇപ്പോൾ പ്രദേശത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആനക്കുട്ടിയെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 3/4 പങ്കോളം വെള്ളത്തിലാണ് കാട്ടാനക്കുട്ടി നിൽക്കുന്നത്. ഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, മുങ്ങിപ്പോയിട്ടില്ല. പക്ഷേ അതിന് വലിയ തോതിൽ ആ വെള്ളത്തിലാണ് എങ്കിൽ തന്നെ അധികം കറങ്ങി നിൽക്കുന്നതിന് സാധിക്കുന്നുമില്ല. കാരണം വളരെ വിസ്തൃതി കുറഞ്ഞ ഒരു പൊട്ടക്കിണറാണ്. അതുകൊണ്ട് തന്നെ കാട്ടാനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല. എന്തായിരുന്നാലും ഏറെ വൈകാതെ തന്നെ ഈ കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുകൾ കൂടിയതോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കവും മറ്റും പൊട്ടിച്ച് മുകളിൽ ഈ റബ്ബർ തോട്ടത്തിന് മുകളിൽ കൂട്ടം കൊടുക്കുന്ന കാട്ടാനക്കൂട്ടത്തെ അകറ്റി കുറച്ച് സമയമായി അതിനെ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ കാട്ടാനക്കുട്ടി ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് ചിഹ്നം വിളിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ആനകൾ എത്തുന്നത് ആ ശബ്ദം കേട്ടുകൊണ്ടാണ്. ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ എത്തിയതോടെ അല്ലെങ്കിൽ പടക്കവും മറ്റും പൊട്ടിച്ച് ഈ വലിയ കാട്ടാനക്കൂട്ടത്തെ അകറ്റിയതോടെ അത്തരമൊരു പേടി തൽക്കാലം മാറിയിരിക്കുന്നു. ആ ഒരു സമയത്ത് ഈ കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. അതേസമയം ഫെൻസിങ്ങിന് അനുവദിച്ചിരിക്കുന്ന തുക എത്രയും പെട്ടെന്ന് വിനിയോഗിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ അറിയിച്ചിട്ടുമുണ്ട്. നേരത്തെ തന്നെ സർക്കാരിലേക്ക് ഇതിൻ്റെ നിർദ്ദേശം പോയതാണ്. നേരത്തെ ഉണ്ടായ ഈ വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് കടലാസ് വർക്കുകളെല്ലാം പൂർത്തിയായതാണ്. ഗവൺമെൻറ് തലത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ള കാര്യവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സാധാരണ എപ്പോഴും ആനയുടെ ആക്രമണം പതിയിരിക്കുന്ന പ്രദേശമാണ്. വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെടുന്നു. വേണ്ടത്ര ശ്രദ്ധ അധികൃതരുടെ ഭാഗത്ത് നിന്ന് മേഖലയ്ക്ക് ലഭിക്കുന്നില്ല, കർഷകർക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്ന പ്രതിഷേധമാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മലയാറ്റൂർ റിലീഫ് തോട്ടത്തിൽ വീണ കാട്ടാനക്കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാദൗത്യം തുടങ്ങിയിരിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി എത്രയും വേഗം ആനക്കുട്ടി പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ആനയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തുമ്പിക്കയിലും മറ്റും മുറിവ് പറ്റിയതിൻ്റെ പാടുകളും കാണുന്നുണ്ട്.